കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. ഭൂമിയിൽ ഒരു ക്രൈസ്തവ സഭ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ബൈബിൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടും ഇതുതന്നെയാണ്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിക്കുക തന്നെ ചെയ്തു. ദൈവം വിശ്വസ്തനാണ്. അതിനാല് താൻ സ്ഥാപിച്ച ആ സഭയെ ക്രിസ്തു പിന്നീട് ഒരിക്കലും കൈവിടുകയില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് കാണപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച ആ സത്യസഭ? സത്യസഭ ഏതാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ തന്നിൽ വിശ്വസിക്കുന്നവരും പൂർണ്ണമായിട്ടും ഒന്നായിരിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പിതാവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അതായത് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും ഒന്നായിരിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു. യേശുവിൽ വിശ്വസിച്ച് ദൈവമക്കളായിട്ടുള്ള എല്ലാവരും ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങൾ ആണെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നു. അതായത് ക്രിസ്തു ശിരസ്സും ദൈവമക്കൾ അവയവങ്ങളും ആയിട്ടുള്ള ശരീരം ആയിട്ടാണ് സഭയെ പൗലോസ് അപ്പസ്തോലൻ കാണുന്നത്. കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങൾ കാണുക. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെ ഒന്നായിരിക്കണം എന്ന് പൗലോസ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് ഒരൊറ്റ സഭ മാത്രമേ ഈ ഭൂമിയിൽ കാണാൻ പാടുള്ളൂ. എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള ഒരു വചനം കൂടി കാണുക. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. അതായത് ലോകത്ത് ഒരു ക്രൈസ്തവ സഭ മാത്രമേ പാടുള്ളൂ എന്ന് ഇവിടെയും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് വ്യത്യസ്ത സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് നിലവിലുണ്ട്. ഈ ഡിനോമിനേഷനലിസം ഒരിക്കലും ബൈബിളിന്റെ കാഴ്ചപ്പാടേ അല്ല. ഇക്കാര്യത്തെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 2ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിക്കുക തന്നെ ചെയ്തു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പത്രോസിനോട് യേശു പറയുന്ന ഈ വചനത്തിൽ നിന്ന് അത്രമേൽ വ്യക്തമാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിക്കുക തന്നെ ചെയ്തു. ഈ സഭയില് പിന്നീട് ന്യൂനതകൾ കടന്നുകൂടിയേക്കാം. എങ്കിലും ക്രിസ്തു ഈ സഭയെ കൈവിടില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഭർത്താവാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ഇക്കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചാൽ ക്രിസ്തു നൽകുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിനും മറ്റ് ജനതകളുടെ ഇടയിലേക്ക് അത് വ്യാപിപ്പിക്കുന്നതിനും പ്രാപ്തരായ ഒരു ജനതയെ ഈ ഭൂമിയിൽ ദൈവത്തിന് സജ്ജമാക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ യൂദ ഗോത്രത്തെ തെരഞ്ഞെടുത്തത്. യൂദ ഗോത്രത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കും എന്ന് യാക്കോബ് പ്രവചിച്ചു പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം 1600 വർഷങ്ങൾ കഴിഞ്ഞാണ്
ക്രിസ്തു ഭൂമിയിൽ പിറക്കുന്നത്, അതും യൂദാ ഗോത്രത്തിൽ നിന്ന് തന്നെ. എന്നാൽ ഈ 1600 വർഷക്കാലത്തെ യൂദാ ഗോത്രത്തിന്റെ ചരിത്രം നമ്മൾ ബൈബിൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഈ യൂദാ ഗോത്രം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ കൂടെ മറുതലിക്കുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്ത ഒരു ജനതയായിരുന്നു. എങ്കിലും ദൈവം ഈ യൂദാ ഗോത്രത്തെ തള്ളിക്കളഞ്ഞില്ല. യൂദാ ഗോത്രത്തെ തള്ളിക്കളഞ്ഞ് മറ്റൊരു ജനതയെ ക്രിസ്തുവിന്റെ ആഗമനത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഭർത്താവാണ്. അതുപോലെ ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു സഭ സ്ഥാപിച്ചു. പിന്നീട് ആ സഭയിൽ ന്യൂനതകൾ കടന്നുകൂടിയാലും ക്രിസ്തു ഒരിക്കലും ആ സഭയെ തള്ളിക്കളയുകയില്ല. കാരണം ദൈവം വിശ്വസ്തനായ ഭർത്താവാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. നമ്മൾ ഇതുവരെ പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ ഏതാനും വാചകങ്ങളിൽ വളരെ ചുരുക്കി ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. ഭൂമിയിൽ ഒരു ക്രൈസ്തവ സഭ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു. ദൈവം വിശ്വസ്തനായ ഭർത്താവാകയാൽ അവിടുന്ന് ആ സഭയെ പിന്നീട് ഒരിക്കലും കൈവിടില്ല. ഇപ്പോൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് ഈ ഏക സത്യസഭ എന്ന് പറയുന്നത് യേശുവിന്റെയും അപ്പസ്തലന്മാരുടെയും കാലത്ത് ആരംഭിച്ച ഒന്നായിരിക്കണം. പിന്നീട് ചരിത്രത്തിൽ ഉടനീളം നിലനിന്നിട്ടുള്ള ഒരു സഭയായിരിക്കണം അത്. മാത്രമല്ല ആ സഭ ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരിക്കണം. ഇതാണ് ഏക സത്യസഭയുടെ 1ാമത്തെ ലക്ഷണം. അതായത് യേശുവിന്റെയും അപ്പസ്തോലന്മാരുടെയും കാലത്ത് ആരംഭിച്ച് നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോന്ന് ഇന്നും നിലനിൽക്കുന്ന ചരിത്രപരമായ ഒരു തുടർച്ച, അതായത് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി ഈ ഏക സത്യസഭയ്ക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഏക സത്യസഭയുടെ 1ാമത്തെ ലക്ഷണം. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാം. ഏക സത്യസഭയുടെ 1ാമത്തെ ലക്ഷണം ചരിത്രപരമായ തുടർച്ച അഥവാ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിലും അവരുടെ സമൂഹത്തിലും ആരംഭിച്ച് തുടർന്നുള്ള എല്ലാ നൂറ്റാണ്ടുകളിലും നിലനിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ചരിത്രപരമായ ഒരു തുടർച്ച, ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി ആ സഭയ്ക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏക സത്യസഭയുടെ 1ാമത്തെ ലക്ഷണം നമ്മൾ കണ്ടു. ഈ ഭൂമിയിൽ ഒരു സഭ മാത്രമേ ഉണ്ടായിരിക്കാമുള്ളൂ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു. ആ സഭയെ പിന്നീട് ഒരിക്കലും അവൻ കൈവിടുകയില്ല. എന്നാൽ ഇന്ന് ലോകത്ത് ഏതാണ്ട് 45,000-ഓളം വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് നിലവിലുണ്ട്. ഇതിൽ ഒന്ന് മാത്രമാണ് യേശു സ്ഥാപിച്ച ആ ഏക സത്യ സഭ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഏക സത്യസഭ മറ്റെല്ലാ സഭകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അതായത് സഭകളുടെ ലോകത്ത് ഈ ഏക സത്യസഭയ്ക്ക് അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഏക സത്യസഭയുടെ 2ാമത്തെ ലക്ഷണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏക സത്യസഭയുടെ 2ാമത്തെ ലക്ഷണം അനന്യത അഥവാ യുണീക്നെസ്. സത്യസഭ മറ്റെല്ലാ സഭകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. അതായത് സഭകളുടെ ലോകത്ത് സത്യസഭയ്ക്ക് അനന്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഏക സത്യസഭയുടെ 2ാമത്തെ ലക്ഷണം അത് നമ്മൾ കണ്ടു. ഇനി ചില ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും
സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇനി രക്ഷിക്കപ്പെടുന്ന എല്ലാവരും മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി മാറിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഏക സത്യസഭ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. അതായത് അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഏതെങ്കിലും ഒരു ദേശത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സഭയായിരിക്കരുത്. എല്ലാ വർഗം ജനങ്ങളെയും എല്ലാ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സഭയായിരിക്കണം ഈ ഏക സത്യസഭ. അതായത് ഈ ഏക സത്യസഭയ്ക്ക് ആഗോളത്വം, അതായത് യൂണിവേഴ്സാലിറ്റി അല്ലെങ്കിൽ സാർവത്രികത അഥവാ കാതോലിസിറ്റി എന്ന ഗുണം ഉണ്ടായിരിക്കണം. ഇതാണ് ഏക സത്യസഭയുടെ മൂന്നാമത്തെ ലക്ഷണം. ഞാൻ ഇത് ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏക സത്യസഭയുടെ മൂന്നാമത്തെ ലക്ഷണം ആഗോളത്വം, യൂണിവേഴ്സാലിറ്റി അഥവാ സാർവത്രികത, കാതോലിസിറ്റി. സത്യസഭ ആഗോള സ്വഭാവമുള്ള അഥവാ സാർവത്രികമായ ഒന്നായിരിക്കണം. അതായത് ആ സഭ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോ ദേശത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ അഥവാ വർഗത്തിന്റെ ഇടയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കരുത്. അതിന് ആഗോളത്വം അഥവാ സാർവത്രികത എന്ന സവിശേഷത ഉണ്ടായിരിക്കണം. ഏക സത്യസഭയുടെ 3 ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. അവ ഇതാണ്: ചരിത്രപരമായ തുടർച്ച, അതായത് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി; അനന്യത, അതായത് യുണീക്നെസ്; ആഗോളത്വം, യൂണിവേഴ്സാലിറ്റി അഥവാ സാർവത്രികത, കാതോലിസിറ്റി. ഇവ 3മാണ് ഏക സത്യസഭയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ 3 ഗുണങ്ങളും ഏത് സഭയിലാണോ ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് അതാണ് ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ. ഇനി ഏക സത്യസഭ ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഇന്ന് ലോകത്ത് ഇത്രയധികം ഈ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് അഥവാ സഭകള് എങ്ങനെ നിലവിൽ വന്നു എന്ന കാര്യം വളരെ ഹ്രസ്വമായി ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. പാലസ്തീനയിലെ ചെറിയ ഒരു ഭൂവിഭാഗത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമതം അതിന്റെ ആരംഭം കുറിച്ചു. വിശാലമായ റോമ സാമ്രാജ്യത്തിലാണ് ക്രിസ്തുമതം വളർന്ന് വികസിക്കുവാനായിട്ട് തുടങ്ങിയത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലന്മാരും അതുപോലെ ഇതര ക്രൈസ്തവരും വിശാലമായ റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ഇതിന്റെ ഫലമായി റോമ സാമ്രാജ്യത്തിൽ ഓരോ സ്ഥലങ്ങളില് ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. അതായത് പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ ലോക്കൽ ചർച്ചസ്. ഇനി ഓരോ സ്ഥലത്തെയും ഈ സാംസ്കാരിക പശ്ചാത്തലം അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ പരിധികളിൽ. ഇങ്ങനെ ഈ റോമ സാമ്രാജ്യത്തിലെ ഓരോ സ്ഥലങ്ങളില് ഈ ക്രൈസ്തവ സഭകള് അത് വളർന്ന് വികസിക്കാൻ തുടങ്ങിയത് അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. തന്മൂലം ആരാധന, ആചാരാനുഷ്ഠാനങ്ങൾ, ഭരണക്രമം തുടങ്ങിയവയിലൊക്കെ ഈ സഭകൾക്ക് തമ്മിൽ കുറെ വ്യത്യാസം കാണപ്പെടും. അതേസമയം വിശ്വാസം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് താനും. ഇനി ചില പ്രമുഖ നഗരങ്ങളിൽ രൂപം കൊണ്ട സഭകള് അതിന്റെ സ്വാധീനം അടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഫലമായി റോമ സാമ്രാജ്യത്തില് 5 പ്രധാനപ്പെട്ട സഭാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാട്രിയാർക്കേറ്റുകൾ രൂപം കൊണ്ടു. അതായത് വലിയ മാതൃസഭകൾ: റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, ജെറുസലേം എന്നിങ്ങനെ 5 വലിയ സഭാ കേന്ദ്രങ്ങൾ റോമ സാമ്രാജ്യത്തിൽ രൂപം കൊണ്ടു. AD 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി റോമ സാമ്രാജ്യം
രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്ന് റോം കേന്ദ്രമാക്കിയുള്ള പടിഞ്ഞാറെ റോമാ സാമ്രാജ്യം. ഇതിനെ പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്നും നമ്മൾ വിളിക്കുന്നു. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കിയുള്ള കിഴക്കേ റോമാ സാമ്രാജ്യം. ഇതിനെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്നും വിളിക്കുന്നു. ഈ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട സഭ എന്ന് പറയുന്നത് റോമാ സഭ ആയിരുന്നു. അത് യൂറോപ്പ് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ റോമാ സഭയെ പാശ്ചാത്യ സഭ അല്ലെങ്കിൽ വെസ്റ്റേൺ ചർച്ച് എന്നും വിളിക്കുന്നു. ഇനി ബാക്കി പ്രധാനപ്പെട്ട സഭകളെല്ലാം കിഴക്കേ റോമ സാമ്രാജ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സഭകളെ കിഴക്കൻ സഭകൾ എന്നും വിളിക്കുന്നു. പത്രോസ് അപ്പസ്തോലന്റെ കാലത്തെ തുടർന്ന് റോമാ സഭയുടെ മെത്രാൻ മറ്റ് സഭകളുടെ മേല് അനൗദ്യോഗികമായ, അതായത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള നേതൃത്വം ആരംഭം മുതലേ ചെലുത്തിയിരുന്നു. എന്നാൽ AD 1000 അടുത്തപ്പോൾ റോം ഈ നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക നിലപാട് സ്വീകരിച്ചു തുടങ്ങി. ഇത് കിഴക്കൻ സഭകളിലെ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ഈ സമയമായപ്പോൾ കിഴക്കൻ സഭകളും റോമും തമ്മിൽ വിശ്വാസപരമായ ഒരു കാര്യത്തെക്കുറിച്ച് തർക്കവും ഉടലെടുത്തു. അപ്പോൾ ഇതിന്റെ ഫലമായി AD 1054 റോമും കിഴക്കൻ സഭകളിൽ ഒരു വിഭാഗവും തമ്മിൽ വേർപിരിഞ്ഞു. അവര് പോപ്പിന്റെ ആധിപത്യത്തെ അംഗീകരിക്കാതെയായി. പോപ്പിന്റെ ആധിപത്യത്തെ തള്ളിക്കളഞ്ഞ കിഴക്കൻ സഭകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തഡോക്സ് സഭകൾ എന്ന് വിളിക്കുന്നത്. ഇനി കിഴക്കൻ സഭകളിൽ മറ്റൊരു വിഭാഗം, അത് പോപ്പിന്റെ ആധിപത്യത്തെ അംഗീകരിച്ച് റോമുമായുള്ള ഐക്യത്തിൽ വീണ്ടും തുടർന്നു. ഈ കിഴക്കൻ സഭകളെ നമ്മൾ പൗരസ്ത്യ കത്തോലിക്ക സഭകൾ അല്ലെങ്കിൽ ഓറിയന്റൽ കാത്തലിക് ചർച്ചസ് എന്ന് വിളിക്കുന്നു. ഇവ പ്രധാനമായിട്ടും 5 മാതൃസഭകളിൽ ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആ സഭകൾ ഇവയൊക്കെയാണ്: കൽദായ, ബൈസന്റൈൻ, അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ. അങ്ങനെ ഈ 5 കിഴക്കൻ സഭകളും റോമാസഭയും പോപ്പിന്റെ കീഴിൽ ഐക്യപ്പെട്ട് ഒറ്റ സഭയായി നിലകൊള്ളുന്നു. അതാണ് ഇന്നത്തെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ എങ്ങനെ രൂപം കൊണ്ടു, ഓർത്തഡോക്സ് സഭകൾ എങ്ങനെ രൂപം കൊണ്ടു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 16-ാം നൂറ്റാണ്ടിലാണ് പ്രൊട്ടസ്റ്റന്റ് നവീകരണം ലോകത്തേക്ക് കടന്നു വന്നത്. മാർട്ടിൻ ലൂതർ എന്ന ജർമ്മൻകാരൻ 1517 കത്തോലിക്ക സഭയുടെ കുറെ നിലപാടുകളെ പരസ്യമായി എതിർത്തുകൊണ്ട് ഒരു പ്രമേയം പ്രസിദ്ധപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തണമെന്ന് റോം ഈ ലൂതറോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഇതിന്റെ ഫലമായി ലയോ 10-ാമൻ മാർപ്പാപ്പ മാർട്ടിൻ ലൂതറെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ജർമ്മൻ ജനതയിൽ ഭൂരിഭാഗം പേരും ഈ ലൂതറിന്റെ ആശയങ്ങളെ പിന്തുണച്ചു. അങ്ങനെ ജർമ്മനിയിൽ ലൂതറൻ സഭ സ്ഥാപിതമായി. ഫ്രാൻസിൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് നേതൃത്വം നൽകിയത് ജോൺ കാൽവിൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിന്റെ രചനകളെ ആഴത്തിൽ പഠിച്ചു. കുറെ പുസ്തകങ്ങൾ എഴുതി. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ എന്ന പുസ്തകമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഈ 16-ാം നൂറ്റാണ്ടിൽ തന്നെ കാൽവിനിസം ഫ്രാൻസിന് പുറമെ മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇനി 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭ സ്ഥാപിതമായി. ഹെൻറി 8-ാമൻ രാജാവായിരുന്നു ആ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിവാഹ സംബന്ധമായ ചില കാര്യങ്ങൾക്ക് റോം അനുമതി നൽകിയില്ല. ഇതിന്റെ പേരിൽ അദ്ദേഹം റോമുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ ഒരു സ്വതന്ത്ര സഭ സ്ഥാപിച്ചു. രാജാവാണ് അതിന്റെ പരമാധികാരി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആംഗ്ലിക്കൻ സഭ സ്ഥാപിതമായി. പിന്നെ 16-ാം നൂറ്റാണ്ടിലും തുടർന്നുള്ള നൂറ്റാണ്ടുകളിലുമായി നിരവധി പ്രൊട്ടസ്റ്റന്റ് സഭകൾ യൂറോപ്പിലും ലോകത്തിന്റെ മറ്റു ഭാഗത്തുമായി നിലവിൽ വന്നു. അവയിൽ പ്രധാനപ്പെട്ടവ ബാപ്റ്റിസ്റ്റ്, മെത്തോഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, എപ്പിസ്കോപ്പലിയൻ, സാൽവേഷൻ ആർമി,
സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയവയാണ്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്ക് കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നു. അമേരിക്കയിലാണ് ഇത് ആരംഭം കുറിച്ചത്. തുടർന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. പിന്നെ തുടർന്നുള്ള കാലത്ത് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നവർ സ്വതന്ത്രമായ ഡിനോമിനേഷനുകൾക്ക് രൂപം നൽകാൻ തുടങ്ങി. അങ്ങനെയാണ് പെന്തക്കോസ്റ്റൽ സഭകൾ ലോകത്ത് നിലവിൽ വന്നത്. ഇത് പിന്നീട് വലിയ പിളർപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് വ്യത്യസ്ത പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിവിധ ഡിനോമിനേഷനുകൾ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നതിന്റെ ചരിത്രം വളരെ ഹ്രസ്വമായിട്ട് മനസ്സിലാക്കി. ഇനി ഇതിൽ ഏതാണ് ഏക സത്യസഭ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഏക സത്യസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട 3 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ടോക്കിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാം. ഏക സത്യസഭയുടെ ലക്ഷണങ്ങൾ: 1. ചരിത്രപരമായ തുടർച്ച, ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി. അപ്പസ്തോലന്മാരുടെ കാലത്ത് ആരംഭിച്ചതും തുടർന്നുള്ള എല്ലാ നൂറ്റാണ്ടുകളിലും നിലനിന്നിരുന്നതും ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നതും ആയ സഭ ആയിരിക്കണം. 2. അനന്യത, യുണീക്നെസ്. സഭകളുടെ ലോകത്ത് തികച്ചും വ്യത്യസ്തമായ അഥവാ അനന്യമായ സഭ ആയിരിക്കണം. 3. ആഗോളത്വം, യൂണിവേഴ്സാലിറ്റി അഥവാ സാർവത്രികത, കാതോലിസിറ്റി. എല്ലാ ദേശങ്ങളെയും വർഗങ്ങളെയും ഭാഷാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ ആയിരിക്കണം. അപ്പോൾ ഇവയാണ് ഏക സത്യസഭയുടെ ലക്ഷണങ്ങൾ. നമുക്ക് ആദ്യം തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കാര്യം പരിഗണിക്കാം. പ്രൊട്ടസ്റ്റന്റ് സഭകൾ നിലവിൽ വന്നത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഒരിക്കലും ഈ ചരിത്രപരമായ പിന്തുടർച്ച അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. സത്യസഭയുടെ ഒന്നാമത്തെ ലക്ഷണം അതായിരുന്നു. യേശുവിന്റെയും അപ്പസ്തോലന്മാരുടെയും കാലത്ത് ആരംഭിച്ച് തുടർന്നുള്ള എല്ലാ നൂറ്റാണ്ടുകളിലും നിലനിന്ന് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സഭയായിരിക്കണം. ഇതാണ് ചരിത്രപരമായ തുടർച്ച അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം അത്രമേൽ വ്യക്തമാണ്: ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഒരിക്കലും ഈ ചരിത്രപരമായ തുടർച്ച അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം അവ 16-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്ത് നിലവിൽ വന്ന സഭകളാണ്. ഇനി പ്രധാനപ്പെട്ട എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും കാര്യമെടുത്തു കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം ഓരോ സ്ഥാപകർ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും അവരുടെ സ്ഥാപകരുടെയും പേരുകൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ലൂതറൻ, മാർട്ടിൻ ലൂതർ. ആംഗ്ലിക്കൻ, ഹെൻറി എട്ടാമൻ. പ്രസ്ബിറ്റേറിയൻ, ജോൺ നോക്സ്. ബാപ്റ്റിസ്റ്റ്, ജോൺ സ്മിത്ത്. മെതോഡിസ്റ്റ്, ജോൺ വെസ്ലി. സാൽവേഷൻ ആർമി, വില്യം ബൂത്ത്. ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കെല്ലാം ഓരോ സ്ഥാപകർ ഉണ്ട്. ഇനി പെന്തക്കോസ്റ്റൽ സഭകളുടെ കാര്യമെടുത്താലും അവയ്ക്കൊക്കെ സ്ഥാപകർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കത്തോലിക്ക സഭയുടെ സ്ഥാപകൻ ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക മനുഷ്യ വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഓർത്തഡോക്സ് സഭകളുടെ കാര്യത്തിലും അവയുടെ സ്ഥാപകരായിട്ട് ഒരു പ്രത്യേക മനുഷ്യ വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും യേശുവിന്റെയും അപ്പസ്തോലന്മാരുടെയും കാലഘട്ടത്തിൽ ആരംഭിച്ച് എല്ലാ നൂറ്റാണ്ടുകളിലും നിലനിന്ന് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്ന സഭയാണ്. അതായത് സത്യസഭയുടെ ഒന്നാമത്തെ ലക്ഷണം ഇതാണ്: ചരിത്രപരമായ തുടർച്ച അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി. കത്തോലിക്ക സഭയ്ക്കും ഓർത്തഡോക്സ് സഭകൾക്കും മാത്രമേ ഈ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി അല്ലെങ്കിൽ ചരിത്രപരമായ തുടർച്ച അവകാശപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഒരിക്കലും ചരിത്രപരമായ ഈ തുടർച്ച അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവിറ്റി അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും: ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാനുള്ള അർഹത പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഇല്ല. ഏക സത്യസഭയുടെ രണ്ടാമത്തെ ലക്ഷണം ഇതാണ്: അനന്യത അല്ലെങ്കിൽ യുണീക്നെസ്. അതായത് സഭകളുടെ ലോകത്ത്
തികച്ചും അനന്യത അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സഭയായിരിക്കണം ഈ ഏക സത്യസഭ. ഇനി നമുക്ക് ഓർത്തഡോക്സ് സഭകളുടെ കാര്യം പരിഗണിക്കാം. ലോകത്ത് കുറെ ഓർത്തഡോക്സ് സഭകൾ നിലവിലുണ്ട്. വിശ്വാസപരമായ കാര്യത്തിൽ ഈ ഓർത്തഡോക്സ് സഭകൾക്ക് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. എന്നാൽ ഈ ഓരോ ഓർത്തഡോക്സ് സഭയും ഓരോ പരമാധ്യക്ഷന്റെ കീഴിലുള്ള സ്വതന്ത്ര സഭയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസിന് ഇതിൽ പ്രമുഖ സ്ഥാനം ഉണ്ട് എന്ന് മാത്രം. എങ്കിൽ പോലും ഓർത്തഡോക്സ് സഭകൾ ഓരോന്നും തികച്ചും സ്വതന്ത്ര സഭകൾ ആണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സഭകളുടെ ലോകത്ത് ഓർത്തഡോക്സ് സഭകൾക്ക് അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. അതായത് തങ്ങളുടേതാണ് ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ എന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അവകാശപ്പെടുന്നു എന്നിരിക്കട്ടെ. ഇതേ അവകാശവാദം ഉന്നയിക്കാനുള്ള അർഹത അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയ്ക്കും ഉണ്ട്. അതായത് തങ്ങളുടെ സഭയാണ് ഏക സത്യസഭ എന്ന് ഏതെങ്കിലും ഒരു ഓർത്തഡോക്സ് സഭ അവകാശപ്പെട്ടാൽ അതേ അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള അർഹത മറ്റ് ഓർത്തഡോക്സ് സഭകൾക്കും ഉണ്ട്. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ ഒരു സഭയെ ആഗ്രഹിക്കുന്നുള്ളൂ. ക്രിസ്തു സ്ഥാപിച്ച ആ ഏക സത്യസഭ അത് ഒന്ന് മാത്രമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഓർത്തഡോക്സ് സഭകൾക്ക് ക്രിസ്തു സ്ഥാപിച്ച ആ ഏക സത്യസഭയാകാൻ പറ്റത്തില്ല. കാരണം അവയ്ക്ക് അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് എന്ന ആ ഗുണമില്ല. ഇനി നമുക്ക് കത്തോലിക്ക സഭയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് 5 കിഴക്കൻ സഭകളും റോമാസഭ അതായത് പടിഞ്ഞാറൻ സഭയും പോപ്പിന്റെ കീഴിൽ ഐക്യപ്പെട്ട് ഒറ്റ സഭയായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതായത് റോമ, കൽദായ, അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ, ബൈസന്റൈൻ എന്നിങ്ങനെ 6 വലിയ മാതൃസഭകൾ അത് പോപ്പിന്റെ കീഴിൽ ഐക്യപ്പെട്ട് ഒറ്റ സഭയായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്ന് കാണുക. അതായത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ ഈ സഭകളുടെ ലോകത്ത് അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് അവകാശപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും ഈ യുണീക്നെസ് അല്ലെങ്കിൽ അനന്യത എന്ന ഗുണമില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ തങ്ങളുടേതാണ് ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ എന്ന് അവകാശപ്പെടുന്നു എന്നിരിക്കട്ടെ, മറ്റു പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും ഇതേ അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള അർഹതയുണ്ട്. അവയ്ക്കും സഭകളുടെ ലോകത്ത് അനന്യത അല്ലെങ്കിൽ യുണീക്നെസ് ഇല്ല. അപ്പോൾ ഈ സഭകളുടെ ലോകത്ത് യുണീക്നെസ് അല്ലെങ്കിൽ അനന്യത ഉള്ള ഏകസഭ കത്തോലിക്ക സഭയാണ്. ഇനി ഏകസത്യസഭയുടെ മൂന്നാമത്തെ ലക്ഷണം യൂണിവേഴ്സാലിറ്റി അതായത് ആഗോളത്വം അല്ലെങ്കിൽ കാതോലിസിറ്റി അതായത് സാർവത്രികത. ഇനി കത്തോലിക്ക സഭയുടെ കാര്യം നമുക്ക് പരിഗണിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ അംഗങ്ങളായിട്ടുള്ള സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭ എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലും കാണപ്പെടുന്നു. എല്ലാ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിലും എല്ലാ വർഗം മനുഷ്യരുടെ ഇടയിലും കത്തോലിക്ക സഭയുണ്ട്. ഓർത്തഡോക്സ് സഭകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവ കിഴക്കിനെ മാത്രം ഉൾക്കൊള്ളുന്നു. എന്നാൽ കത്തോലിക്ക സഭയാകട്ടെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. അതായത് 5 കിഴക്കൻ സഭകളുടെയും റോമാസഭ എന്ന ആ വലിയ സഭയുടെയും കൂട്ടായ്മയാണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ഏത് സഭകളെക്കാൾ ഉപരിയായി ഈ ആഗോളത്വം അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി അതായത് സാർവത്രികത കാതോലിസിറ്റി എന്ന ആ ഗുണം അവകാശപ്പെടുവാൻ കത്തോലിക്ക സഭയ്ക്ക് സാധിക്കും. അപ്പോൾ ഏക സത്യസഭയുടെ 3 ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ചരിത്രപരമായി തുടർച്ച, ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി, അനന്യത യുണീക്നെസ്, ആഗോളത്വം യൂണിവേഴ്സാലിറ്റി അഥവാ സാർവത്രികത കാതോലിസിറ്റി. ഈ 3 ഗുണങ്ങളും ഏറ്റവും പ്രകടമായ രീതിയിൽ കാണപ്പെടുന്ന സഭ കത്തോലിക്ക സഭയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ക്രിസ്തു സ്ഥാപിച്ച ആ ഏക സത്യസഭ അത് കത്തോലിക്ക സഭ ആണ്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി കത്തോലിക്ക സഭയില് ന്യൂനതകൾ പിന്നീട് കടന്നുകൂടിയേക്കാം എന്ന് കരുതി താൻ സ്ഥാപിച്ച ആ ഏക സത്യസഭ എന്ന പദവിയിൽ നിന്ന് ക്രിസ്തു ഒരിക്കലും കത്തോലിക്ക സഭയെ തള്ളിക്കളയത്തില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഭർത്താവാണ്. സഭയുടെ അവിശ്വസ്തതയല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെയോ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഈ പ്രഭാഷണ പരമ്പരയിലെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക.
ഇനി നമുക്ക് അകത്തോലിക്ക സഭകളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു കത്തോലിക്ക സഭയാണ് ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ എന്ന് കരുതി ഓർത്തഡോക്സ് സഭകളെയും പ്രൊട്ടസ്റ്റന്റ് സഭകളെയും ദൈവം കൈവിട്ടു എന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല എന്നോ നമ്മൾ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. ഓർത്തഡോക്സ് സഭകളിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, രക്ഷിക്കപ്പെടുന്ന മനുഷ്യരുമുണ്ട്. അതുപോലെ പ്രൊട്ടസ്റ്റന്റ് സഭകളിലുമുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും രക്ഷിക്കപ്പെടുന്ന മനുഷ്യരും. ഇക്കാര്യമൊന്നും നിഷേധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച ഏക സത്യസഭ തങ്ങളാണ് എന്ന് അവകാശപ്പെടാനുള്ള അർഹത ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഇല്ല എന്ന് മാത്രം. ആദ്യം തന്നെ കത്തോലിക്ക സഭ ബൈബിളിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടണം. പിന്നെ കത്തോലിക്ക ഐക്യത്തിലേക്ക് മറ്റെല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും മടങ്ങി വരികയും വേണം. ഇതാണ് വരുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി.